5 സർജറി ചെയ്തു. ഡോക്ടർമാർ എന്നിട്ടും പറഞ്ഞു നിനക്കിനി നടക്കാൻ പറ്റില്ല. നടക്കത്തില്ല എന്ന് പറഞ്ഞ ഡോക്ടറിന്റെ മുൻപിൽ നിന്നെ നടത്തിപ്പിച്ച ഒരു ദൈവമുണ്ട്. കുഞ്ഞുങ്ങളാകത്തില്ല, യൂട്രസ് മാറ്റിക്കളയണം, അത് കെട്ടുപോയി നശിച്ചുപോയി എന്ന് പറഞ്ഞിടത്ത് ഒരു ജീവന്റെ തുടുപ്പിടുവാനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ പാസ്റ്റ് വരുമ്പോഴേക്കും എനിക്ക് നടക്കാൻ പറ്റില്ലായിരുന്നു. കർത്താവിന്റെ അത്ഭുതം എന്ന് തന്നെ പറയാം. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ ആ നിമിഷം തന്നെ എനിക്ക് എഴുതി നടക്കാൻ പറ്റി. ഞാൻ 2 കാലിൽ നേരെ നടന്നാണ് ഇവിടെ വന്നത്. ആ കുറുക്കിലുള്ള ട്യൂമർ എങ്ങനെ നോക്കിയായിരുന്നു? പക്ഷെ ഇന്നലെ മുതൽ അതിനെയും കാണാനില്ല. മെഡിക്കൽ സയൻസിൽ വെർട്ടിഗോ അല്ലെങ്കിൽ ഗിഡിനസ് എന്ന് പറയുന്ന രോഗത്താൽ ഞാൻ വന്ന് വീണു. ഞാൻ വിളിച്ച ഉടനെ ഈ ബ്രദർ പ്രാർത്ഥിച്ചു. ദൈവം ആ തത്സമയം എനിക്ക് പൂർണ്ണമായ വിടുതൽ തന്നു. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചു ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നപ്പാ. അനി പ്രാർത്ഥിച്ചപ്പോൾ ഉടൻ വിടുതൽ കിട്ടിയോ അതോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് വിടുതൽ കിട്ടിയത്? അല്ല, ഉടനെ കിട്ടി. ഞാൻ വൈകിട്ട് 2 വിടുതലും അല്ലേ? തീർച്ചയായിട്ടും. ഒരു പക്ഷെ ട്രീറ്റ്മെന്റ് ഇല്ലാത്ത രോഗം അല്ലേ? അല്ലേ? ആ അസുഖത്തിന് കർത്താവ് വിടുവിച്ചു. ഞാനിവിടെ ലാസ്റ്റ് ആരാധനയ്ക്ക് വരുന്നത് ഡിസംബർ ലാസ്റ്റ് സൺഡേ ആണ്. അപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പാസ്റ്ററിൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, ഈ വർഷം തന്നെ ഇവളൊരു അമ്മയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഗുജറാത്തിലേക്ക് പോയി. ആ ജനുവരിയിൽ തന്നെ ഞാൻ കൺസീവായി. പിന്നെ സെപ്റ്റംബറിൽ എനിക്ക് ഒരു പെൺകുഞ്ഞിനെ ദൈവം നൽകി അനുഗ്രഹിച്ചു. മാറ്റി കണ്ണുനീരുകളെ തുടച്ചതിനായി സ്തോത്രം. 7 വർഷത്തിന് മുമ്പ് ബ്രദർ ഒരു ഹൗസ് മീറ്റിങ്ങിന് വന്ന് പ്രാർത്ഥനയ്ക്കിടയിൽ പറഞ്ഞു, എനിക്ക് 2020 ഒരു സർക്കാർ ജോലി കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ആ കൊറോണ ഭയങ്കരമായിട്ട് നിന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അപ്പോയിൻമെൻറ്റ് ഓർഡർ വരികയും ജോലിക്ക് 2020 തന്നെ കയറുകയും ചെയ്തു. എൻ്റെ വയറ് വീർത്ത് പെരുകി, എന്നുവെച്ചാൽ ഒരു ഫുഡും കഴിക്കാൻ പറ്റത്തില്ല. യൂറിൻ ബ്ലോക്കായി, അങ്ങനെ മലം പോകുന്ന അവസ്ഥ, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. എനിക്ക് എന്നുവെച്ചാൽ ഒരു ഫുഡ് കഴിക്കാൻ കൂടെ പേടിയായൊരു അവസ്ഥ എനിക്കുണ്ടായി. ഹോസ്പിറ്റലൊക്കെ പോകാൻ പറഞ്ഞു. അങ്ങനെ പോയി മെഡിസിൻസ് കഴിച്ചു. അവിടെ നിന്നൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഏപ്രിൽ മാസം 29-ാം തീയതി സൺഡേ ഇവിടെ മീറ്റിങ്ങിന് വന്നപ്പോൾ കർത്താവ് എൻ്റെ രോഗത്തെ സൗഖ്യമാക്കി. എൻ്റെ കുഞ്ഞ് വയറ്റ് ഉരുവായത് മുതൽ ആ തുടക്ക മാസം മുതൽ എനിക്ക് ശ്വാസമുട്ടിൻ്റെ ബുദ്ധിമുട്ടുണ്ടായി. വളരെയേറെ ഞാൻ പ്രയാസപ്പെട്ടു. 1.5 മാസമായപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അറിഞ്ഞു എൻ്റെ കുഞ്ഞ് മാത്രമല്ല, എൻ്റെ ഉദരത്തിൽ അതേ വലിപ്പമുള്ള ഒരു മുഴയും കൂടെ എൻ്റെ വയറ്റിലുണ്ടെന്ന്. ഞാൻ പതറിപ്പോയില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു ദൈവത്തോട്. 3-ാമത്തെ മാസം ഞാൻ സ്കാൻ ചെയ്യാൻ പോയി. ആ മുഴ എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. ഇവന്റെ അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടാറായിരിക്കുന്നതാണ് സ്കാനിങ് റിപ്പോർട്ട്. അപ്പോൾ ഡോക്ടർ 100% പറഞ്ഞു സർജറി. മക്കളെ എത്ര ദിവസം ആഹാരം കഴിക്കാതിരുന്നു നീ? 5 ദിവസം ആഹാരം കഴിച്ചില്ലല്ലേ? കുടിച്ചോളാം. സംഭവം ഏത് സമയത്ത് എമർജൻസി സർജറി. പക്ഷെ കർത്താവ് പറഞ്ഞു അവന്റെ സർജറിയെ വയറ്റിൽ കൈവച്ചിട്ട് പറഞ്ഞു അവന്റെ സർജറിയെ ക്യാൻസൽ ചെയ്യുക. പഴുത്തുപോയ അപ്പൻഡിക്സ് യേശുവിന്റെ നാമത്തിൽ നോർമലായി മാറട്ടെ. എന്നാൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ വന്നപ്പോൾ അവന്റെ പഴുത്ത അപ്പൻഡിക്സ് നോർമലായി. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഈ കർത്താവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നീയും അത്ഭുതങ്ങളെ കാണും. യേശു നിങ്ങളെ സ്വതന്ത്രരാക്കും. ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. 2-3 പേർ അങ്ങയുടെ നാമത്തിൽ എവിടെ കൂടി വരുന്നുവോ അവിടെ അങ്ങയുടെ സാന്നിധ്യമുണ്ടല്ലോ. കർത്താവെ, മോശ പറഞ്ഞതുപോലെ അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഞങ്ങളെ അയക്കരുതപ്പാ. എന്തിനേക്കാൾ ഉപരിയായി ഇന്ന് പകൽക്കാലം അങ്ങയുടെ സാന്നിധ്യത്തെ ഞങ്ങൾ ചോദിക്കുന്നു. എല്ലാവരും വായികളെ തുറന്നു പറഞ്ഞപ്പാ അങ്ങയുടെ സാന്നിധ്യം വേണം. ദൈവ സാന്നിധ്യം ഒരു വ്യക്തി ചോദിച്ചാൽ അതിനർത്ഥം ദൈവ സാന്നിധ്യത്തോടൊപ്പം ചലിക്കുന്ന ദൈവസിംഹാസനം, കെരൂബുകൾ, ദൂതന്മാർ, സെറാഫുകൾ, സ്വർഗം തന്നെ ഇറങ്ങി നിൽക്കുന്ന അനുഭവം ഇന്ന് പകൽക്കാലം വെളിപ്പെടേണ്ടതിനായി, അങ്ങനെ ഒരു ഹെവൻലി അറ്റ്മോസ്ഫിയറിൽ ചലിക്കപ്പെടേണ്ടതിനായി കർത്താവെ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ, ഞങ്ങളെ ഒന്നുകൂടി അവിടുന്ന് കഴുകണമേ, ഒന്നുകൂടി അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ രക്തത്താൽ കഴുകണമപ്പാ. കർത്താവ്, ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. കർത്താവെ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ കഴുകണമേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സ്വർഗത്തിൽ നിന്നുള്ള ഹെവൻലി ഫയറിനാൽ ഞങ്ങളെ അവിടുന്ന് ശുദ്ധീകരിച്ച്
സ്വീകരിക്കണം കർത്താവേ. അപ്പം ഞങ്ങളിലുള്ള മലിനതകളെ അവിടുന്ന് കഴുകിക്കളയണമേ കർത്താവെ. മഹത്വത്തിൻ്റെ മേഘങ്ങളുടെ അകത്ത് ഞങ്ങളെ അവിടുന്ന് ആക്കണം അപ്പാ. പ്രത്യേകിച്ച് കർത്താവെ വർഷിപ്പ് ടീമിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പർവ്വതത്തിൽ കയറിയിരുന്ന് അപ്പനോടൊപ്പം മുഖാമുഖം സംസാരിക്കുന്ന അനുഭവങ്ങളെ അവിടുന്ന് നൽകണമപ്പാ കർത്താവ്. ഇതുവരെ ഞങ്ങൾ കടന്നു ചെന്നിട്ടില്ലാത്ത സ്പിരിറ്റ് റലമിൻ്റെ ആഴങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം അവിടുന്ന് ഞങ്ങളെ ഷിഫ്റ്റ് ചെയ്യണമേ കർത്താവെ. അങ്ങയ്ക്ക് വേണ്ടി നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇത് ഞങ്ങളുടെ കഴിവോ കർത്താവെ മിടുക്കോ ഒന്നുമല്ലല്ലോ കർത്താവെ. പ്യുവർലി അങ്ങയുടെ ഗ്രേസ് ആണല്ലോ, കൃപയാണല്ലോ കർത്താവെ. അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ ആശ്രയിച്ചു ശരണപ്പെടുന്നു. ഈ അറ്റ്മോസ്ഫിയർ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടട്ടെ. ഈ അറ്റ്മോസ്ഫിയർ ഒരുക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്. ഈ അന്തരീക്ഷങ്ങളെ, ഈ ക്ലൈമറ്റിനെ ഒരുക്കി പ്രാർത്ഥിക്കുന്നു. ഇതിനകത്തൊരു സ്പിരിച്വൽ ക്ലൗഡ് കടന്നു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇവിടുത്തെ അന്തരീക്ഷത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇത് ഹല്ലേലൂയ ദൈവത്തിന് പ്രസാദമുള്ള ഒരു അന്തരീക്ഷമായി മാറട്ടെ. ദൈവഹിതത്തിന് ചലിക്കുവാൻ കഴിയുന്ന, ദൈവത്തിൻ്റെ താല്പര്യങ്ങൾക്ക് മൂവ് ചെയ്യുവാൻ കഴിയുന്ന കർത്താവ് ഒരു അന്തരീക്ഷമായി ഇത് മാറട്ടെ. ഇതിനകത്ത് ഈ അറ്റ്മോസ്ഫിയറിനകത്തേക്ക് കടന്നു വരുന്ന സകലര് കർത്താവ് ഈ അറ്റ്മോസ്ഫിയറിൻ്റെ അകത്താകട്ടെ. ഈ അറ്റ്മോസ്ഫിയർ ലഭ്യമാകേണ്ട നന്മകൾ അവരുടെ ജീവിതത്തിൽ ലഭ്യമാകട്ടെ. ഓ ഹാൽ, ഈ ആരാധനയ്ക്ക് വിരോധമായി ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക സ്വാധീനങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ, മാനുഷിക സങ്കല്പങ്ങൾ ഉയർന്നു നിൽക്കുന്നുവെങ്കിൽ, മനുഷ്യന്റെ ചിന്ത ഉയർന്നു നിൽക്കുന്നുവെങ്കിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാനതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഹിതം ഇവിടെ നിറവേറട്ടെ. എൻ്റെ അപ്പൻ്റെ ഹിതം ഇന്നിവിടെ നിറവേറട്ടെ കർത്താവെ. സകലതും അപ്പൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. ആരാധനയുടെ ഒരു വ്യത്യസ്ത തലത്തെ സ്വർഗം ഇന്ന് പകൽക്കാലം ഇവിടെ തുറക്കണമേ. സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ. ഒരു ഓപ്പൺ ഹെവൻ്റെ കീഴിലിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് പാടുവാൻ, അപ്പോൾ പാടുന്ന സകല മക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ആത്മിക നിലവാരത്തിൽ ഒരു ഷിഫ്റ്റിംഗ് ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങുമ്പോൾ വർഷിപ്പിൻ്റെ നെക്സ്റ്റ് ഡയമെൻഷനിലേക്ക് ഞങ്ങളെ കയറ്റണം അപ്പാ. ആരാധിക്കുന്നവരാക്കി മാറ്റണമേ എൻ്റെ കർത്താവിനെ. ആരാധിക്കുന്നവരാക്കി, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാക്കി അവിടുന്ന് തീർക്കണമേ. ഓ കർത്താവ്, കഴിഞ്ഞ ആഴ്ചകൾ ഞങ്ങളെ നടത്തിയതിനായി നന്ദിയപ്പാ. ഞങ്ങളെ കരുതിയതിനായി, സഭയിലുള്ള സകലരെയും അവിടുന്ന് കരുതിയതിനായി നന്ദി കർത്താവേ. ഓ ഹാല, ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ചെറുതും വലുതുമായിട്ടുള്ള സകല ഉപകാരങ്ങൾക്കായി നന്ദി. ഞങ്ങളുടെ പ്രാണനെ അവിടുന്ന് കാത്തുപരിപാലിച്ചതിനായി, ഞങ്ങൾക്കുള്ള സകലരെയും അവിടുന്ന് സംരക്ഷിച്ചതിനായി സ്തോത്രമപ്പാ. ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് നന്ദി പറയുന്നു കർത്താവേ. കർത്താവ്, അനേകം പേർ കർത്താവ് ഈ ലോകത്തിൽ വളരെ കഴിവുള്ളവർ, പാടുന്നവർ ഉണ്ടായിരുന്നിട്ടും എൻ്റെ കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്ത്, അതിൽ നിന്ന് ഈ ലോകത്തിൽ നിന്ന് പിരിച്ചെടുത്ത് ഞങ്ങളെ തിരഞ്ഞെടുത്ത് കർത്താവെ ഞങ്ങളെ യോഗ്യരാക്കി കർത്താവെ നിർത്തിയ കൃപയ്ക്കായി സ്തോത്രമപ്പാ. കർത്താവ്, ഇത് ഞങ്ങളുടെ മിടുക്കല്ല, എൻ്റെ കർത്താവിൻ്റെ കൃപ. അപ്പോൾ ആ കൃപയുടെ കീഴിലായിരുന്നു കൊണ്ട് കർത്താവെ ഇന്ന് അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ. അപ്പോൾ ഞങ്ങളെ തന്നെ അപ്പൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. നമ്മളെല്ലാം ദൈവത്തിൽ നിന്നും സ്വീകരിക്കുന്നവരാണ്. നമ്മൾ ദൈവത്തിൽ നിന്നും സ്വീകരിച്ചിട്ട് നമ്മൾ ദൈവത്തിന് മടക്കി കൊടുക്കുന്നവരാണ്. കർത്താവ് നൽകുന്ന ധനം സ്വീകരിച്ചിട്ട് ആ ധനത്തിൽ നിന്നുള്ള നന്മകൾ നമ്മൾ ദൈവത്തിന് മടക്കി കൊടുക്കുന്നവരാണ്. ദൈവം നൽകുന്ന ആരോഗ്യത്തെ സ്വീകരിച്ചിട്ട് ആ ആരോഗ്യത്തെ ദൈവനാമത്തിന് വേണ്ടി മടക്കി കൊടുക്കുന്നവരാണ്. പക്ഷേ ആരാധന എന്ന് പറഞ്ഞാൽ പ്യുവർലി അതിവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്ന് വെളിപ്പെടുന്നത് അത്രേ. ഒന്നും മടക്കി കൊടുക്കുന്നതല്ല, നമ്മൾ കൊടുക്കുന്നതാണ് ആരാധന. ഇന്ന് പകൽക്കാലം നല്ലൊരു പോർഷനെ, നല്ലൊരു ഭാഗത്തെ ദൈവത്തിന് കൊടുക്കുവാൻ തയ്യാറായി വന്നിട്ടുള്ള എത്ര പേരുണ്ട്? കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? അപ്പ ഐ ആം റെഡി, ഞാൻ റെഡിയാണ്, ഞാൻ റെഡിയാണ്. സാധാരണ സ്പോർട്സിനൊക്കെ പങ്കെടുക്കാൻ നിൽക്കുന്നവരാ പറയുന്നത് ഞാൻ റെഡിയാണ്. ഒരു പെർഫോമൻസിന് നിൽക്കുന്നവർ, ഒരു ഡാൻസ് ഒത്തിരി ദിവസം പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഒരു പെർഫോമൻസിന് നിൽക്കുന്നവർ പറയും ഞാൻ റെഡിയാണ്. പക്ഷേ ഇന്ന് പകൽക്കാലം സ്വർഗത്തെ നോക്കി എന്ന് പറഞ്ഞേ, അപ്പം ഞാൻ റെഡിയാണ്, ഞാൻ ആരാധിക്കാൻ റെഡിയാണ് കർത്താവേ. ആ ഹെവൻലി വർഷിപ്പ് 24 മണിക്കൂർ നടക്കുന്ന സ്വർഗത്തിലെ ആരാധനയിലേക്ക് ഞാൻ ഇന്ന് പകൽക്കാലം കണക്റ്റ് ആവുകയാണ്. ഞാൻ ഇന്ന് ജോയിൻ ചെയ്യുകയാണ്.
നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള ബോധ്യത്തോടുകൂടെ ഇന്ന് പകൽക്കാലം ഒന്നായിരുന്നേ. സ്വർഗത്തിൽ 24 മണിക്കൂർ ആരാധനയാണ്. നമ്മൾ നിർത്തിയാലും ഇടതടവില്ലാതെ നടക്കുന്ന ഒരു വോർഷിപ്പ് സ്വർഗത്തിൽ നടക്കുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഇവിടെ സ്റ്റേജിൽ നിൽക്കുന്നവരെന്നോ കേൾക്കുന്നവരെന്നോ വ്യത്യാസമില്ല. നമ്മളെല്ലാവരും ആരാധകരാണ്. ആരാധകരായ നമുക്ക് ഒരുമിച്ച് ആ സ്വർഗത്തിലെ ആരാധനയോട് ഇന്ന് പകൽക്കാലം ഒന്ന് കണക്റ്റ് ആകാമോ? ആ ദൈവമുഖത്തേക്ക് നോക്കി, ആ ദൈവ കുഞ്ഞാടിനെ നോക്കി അങ്ങ് മാത്രമാണ് യോഗ്യനെന്ന് പറയാവോ? എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടഞ്ഞിരിക്കട്ടെ. നിങ്ങളെ തന്നെ യാഗമായിട്ട് ഈ സമയം ഒരു ആരാധനയായി ഈ സമയം ഒന്ന് അർപ്പിച്ചേ. അബ്രഹാം തൻ്റെ മകനെ യാഗത്തിന് കൊണ്ടുപോകുമ്പോൾ ദാസനോട് ഇപ്രകാരം പറഞ്ഞു, ഞാനും ബാലനും പോയി ആരാധന കഴിച്ചിട്ട് മടങ്ങി വരും. ഓ ഹല്ലേലൂയ. മകനെ യാഗം കൊടുക്കുന്നതിന് അബ്രഹാം പറഞ്ഞത് ആരാധനയായിട്ടത്രേ. ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നവർ നിങ്ങളെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഒരു യാഗവസ്തുവാക്കി വെച്ച് ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള ഒരു ജീവനുള്ള ഒരു ആരാധനയെ കഴിക്കുവാൻ നിങ്ങളെല്ലാവരും ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ വിധേയപ്പെടുത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പറയാം, അങ്ങെപ്പോലെ എൻ്റെ ദൈവമേ വേറെ ആരുമില്ല, അങ്ങല്ലാതെ എനിക്ക് വേറെ ഒരു ആശ്രയമില്ല, അങ്ങിൽ മാത്രമാണ് ഞാൻ ചാരുന്നത്, അങ്ങ് മാത്രമാണ് എൻ്റെ സർവസ്വം. എന്നെ മുറ്റുമായിട്ട് ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനത്താൽ എന്നെ കഴുകണം, അങ്ങയുടെ ഹിതം പോലെ എന്നെ നടത്തണം, അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണം, അങ്ങയുടെ വഴികളിൽ നടക്കുവാനായിട്ട് എന്നെ വഴികാട്ടിയായിട്ട് നടത്തണം. വിശ്വാസത്തിൽ എന്നെ ഒന്നുകൂടി ഈ പകൽക്കാലം ഉറപ്പിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ ക്രിസ്തുവിൽ നിലനിൽക്കുവാൻ എന്നെ ഒന്ന് സഹായിക്കണം, ക്രിസ്തു എന്ന പാറയിൽ എന്നെ നിർത്തണം. എല്ലാ കണ്ണുകളെയും അടച്ച് ദൈവമുഖത്തേക്ക് നോക്കി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. പ്രാണപ്രിയനേ
സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഇതിനകത്ത്, സ്വർഗം ഇറങ്ങി വരുന്ന, സ്വർഗം ചലിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇതിനകത്ത് രൂപം കൊള്ളുന്നു. വിശ്വസിക്കുന്നവരിലേക്ക് ദൈവശക്തിയുടെ ചില പ്രത്യേക ഡയമെൻഷനുകൾ ഇന്ന് പകൽക്കാലം ഓപ്പറേറ്റ് ആകും. ദൈവാത്മാവ് പറയുന്നു ചില രോഗസൗഖ്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കും. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം വ്യാപരിക്കും. അത് ചില അസ്ഥികളിലേക്ക് ഇറങ്ങിച്ചെല്ലും, ചില ആന്തരിക അവയവങ്ങളിലേക്ക് അത് തൊടുന്നു. ബ്ലീഡിങ്ങുകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുന്നു. യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ, ചില മോണരോഗങ്ങൾ, ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തി ഇത് പകൽക്കാലം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ആരും ആരാധനയെ അലക്ഷ്യമാക്കി കളയരുത്. ഒരു റിയൽ വർഷിപ്പ് ഉയരുന്നിടത്ത് ചില ഹെവൻലി എക്സ്ചേഞ്ചസ് നടക്കും. മഹത്വത്തിന്റെ മേഘങ്ങൾ ചില വ്യക്തികളെ മൂടുന്നു. ആത്മാവിൽ സഞ്ചരിക്കുവാൻ ചിലർ തയ്യാറായാട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ എത്രത്തോളം ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്നുവോ അതിനനുസരിച്ച് പകൽക്കാലം കർത്താവ് നിങ്ങളെ ഏറ്റെടുക്കുവാനായി പോകുന്നു. നിങ്ങളെ തന്നെ, കർത്താവേ ഞാൻ ഒന്നുമില്ലപ്പാ, ഞാൻ ഒന്നുമില്ല കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ പുകഴുവാൻ ഒന്നുമില്ല, പ്രശംസിക്കുവാൻ ഒന്നുമില്ല കർത്താവേ. ഇന്ന് യഥാർത്ഥത്തിൽ അങ്ങേ ആരാധിക്കുവാൻ, ആ മുഖത്തേക്ക് നോക്കുവാൻ എന്നെ സഹായിക്കണമെന്നൊന്ന് പറഞ്ഞേ. ആരാധനയുടെ വ്യത്യസ്ത തലങ്ങൾ ഇന്ന് പകൽക്കാലം തുറക്കപ്പെടട്ടെ. അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് ആ സ്പിരിറ്റ് റലമിനെ ഒന്ന് ക്യാപ്ചർ ചെയ്തുകൊണ്ട്, ആത്മാവിൽ സഞ്ചരിച്ചുകൊണ്ട്, ആത്മാവിൽ അന്യഭാഷ വരെ ലഭിച്ചവർ ആരും മൗനമായിരിക്കരുതേ. മറ്റുള്ളവർ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് ഉച്ചത്തിലൊന്ന് നിങ്ങളുടെ ശബ്ദങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് കൊടുത്തേ. അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട്, ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലൊന്ന് തൊട്ടുകൊണ്ട്, ആത്മാവിലൊന്ന് തൊട്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം അപ്പാ അങ്ങയുടെ മുഖത്തെ എനിക്ക് കാണണം, അങ്ങേ എനിക്ക് അനുഭവിക്കണം, അങ്ങേ എനിക്ക് അനുഭവിക്കണം. I want to experience you, Lord. കർത്താവേ, വേദപുസ്തകത്തിൽ വായിച്ച അറിവുകളിൽ ഉപരിയായി എനിക്ക് അങ്ങേ ഒന്ന് അനുഭവിക്കണം, എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ ഇതുവരെ അനുഭവിച്ചതിലും അപ്പുറമായി എൻ്റെ ശരീരത്തിനകത്തേക്ക്, എൻ്റെ അസ്ഥികളിലേക്ക്, മജ്ജകളുടെ അകത്തേക്ക് ഇറങ്ങുന്ന ദൈവശക്തിയെ ഇത് പകൽക്കാലം എനിക്ക് നൽകണം. ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ എൻ്റെ ശരീരങ്ങളിലേക്ക്, ഈ മൺകൂടാരത്തിലേക്ക് അവിടെ നിന്ന് നിക്ഷേപിക്കണം. യേശു ദേവാദിദേവനാണ്, മരണത്തെ ജയിച്ച രാജാവാണ്, രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. താൻ മാത്രം അമർത്യതയിൽ വസിക്കുന്നവനത്രേ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. ആരാധനയ്ക്ക്, സ്തുതിക്ക്, സ്തോത്രത്തിന് യോഗ്യനായ കർത്താവ്, ആശ്രയിപ്പാൻ യോഗ്യനായ ദൈവം, ആശ്വാസമായ, നമ്മുടെ അല്ലലെല്ലാം അറിയുന്ന, താങ്ങും തണലുമായിരിക്കുന്ന നല്ല കർത്താവിനെ നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം. യേശുദേവാദിദേവൻ, കർത്താതികർത്തൻ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ. എൻ മനമേ സ്തുതിക്ക നിൻ നാഥനെ. ഈ പാട്ട് അറിയാവുന്നുള്ളവർ കൂടെ ചേർന്ന് പാടുക. സ്തുതിക്ക നിൻ നാഥനെ.
ജീവിക്കുന്ന കർത്താവ്, കർത്താതി കർത്താവ്, അധികാരം കയ്യിലുള്ളവൻ, രാജാക്കന്മാരുടെ രാജാവായിരിക്കുന്നവൻ, 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠനായിരിക്കുന്ന ആ നല്ല കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ഇന്നൊരു ആരാധനയെ ആ കർത്താവിനൊന്ന് കൊടുക്കാമോ? ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരുമിച്ച് ചേർന്ന് യേശു ദേവാദിദേവൻ, യേശു ദേവാദിദേവൻ, കർത്താതി കർത്തൻ, 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ, യേശു ദേവാദിദേവൻ, കർത്താതി കർത്തൻ, 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ, യേശു ദേവാദിദേവൻ, കർത്താതി കർത്തൻ.
വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവശക്തി ചലിക്കുന്ന പകലാക്കി അങ്ങ് ഇതിനെ മാറ്റണമേ. താഴ്മയുള്ള ഹൃദയങ്ങളെ പ്രസാദിക്കുന്ന പകൽക്കാലമാക്കി, താഴ്മയുള്ള മനസ്താപമുള്ള ഹൃദയങ്ങളിലേക്ക് അങ്ങ് ഉറ്റുനോക്കുന്ന പകലാക്കി ഈ പകലിനെ അവിടെ നിന്ന് മാറ്റണമേ. വ്യക്തികളുടെ ജീവിതങ്ങൾ തിരിയട്ടെ, വ്യക്തികളുടെ ജീവിതങ്ങൾ തിരിയട്ടെ. മരുഭൂമിയിൽ പുതിയ വഴികൾ ഉണ്ടായി വരട്ടെ. ആത്മമണ്ഡലത്തിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങൾ സംഭവിക്കട്ടെ. ശാരീരിക ബലഹീനതയുടെ മേൽ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഒന്നിനും മരിച്ചിരിക്കുവാൻ കഴിയാത്ത ആ പുനരുത്ഥാനത്തിന്റെ ശക്തി ശരീരങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ തലം അതാണ്. ആത്മാവ് ചലിക്കുമ്പോൾ നശ്വരമായിട്ടുള്ള ചിലത് ഇവിടെ ഇന്ന് നശിക്കും. പക്ഷെ അനശ്വരമായിട്ടുള്ളത്, വിണ്ണിലുള്ള പലതും ഇന്ന് പകൽക്കാലം നമ്മുടെ മേൽ നിക്ഷേപമായിട്ട് കടന്നു വരും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് സംഭവിക്കും. ശരീരങ്ങളിൽ അത് സംഭവിക്കും. അല്ലെ, ശാരീരിക ബലഹീനതയുള്ളവർ, ആ പുനരുത്ഥാനത്തിന്റെ ശക്തി എൻ്റെ മേലൊന്ന് വ്യാപരിക്കണമേ. ഈ അദ്രവത്വം മാറി, ഈ ദ്രവത്വം മാറി, ആ അദ്രവത്വം എൻ്റെ മേലൊന്ന് കടന്നു വരണം. ഈ നാശം മാറി, നശിക്കാത്ത ഒന്ന്, സ്വർഗത്തിൽ നിന്നുള്ള ഒന്ന് എൻ്റെ മേലൊന്ന് പകൽക്കാലം ഒന്ന് കടന്നു വരണമെന്ന് പ്രാർത്ഥനയോടുകൂടി ആയിരുന്നേ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ലക്ഷോപലക്ഷം ദൂതസേവകനിത യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടതുപോലെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ വെളിപ്പാടിനോടുകൂടെ ചേർന്നുകൊണ്ട് ഇരുകരങ്ങളും ചേർത്തടിച്ച് നൃത്തത്തോടുകൂടെ പകൽക്കാലം കർത്താവിനെ സ്തുതിക്കുക. എത്രത്തോളം ഇന്ന് ദൈവത്തെ സ്തുതിക്കുന്നുവോ അതിനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ സ്തുതി സ്ഥിതിയെ മാറ്റും. എന്നോട് ചേർന്ന് പറഞ്ഞേ, സ്തുതി സ്ഥിതിയെ മാറ്റും. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് നിങ്ങളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് എത്രത്തോളം ആരാധിക്കുവാൻ കഴിയുമോ, എത്രത്തോളം ആത്മാവിൽ ആ ദൈവവുമായിട്ട് കണക്റ്റഡ് ആകാൻ പറ്റുമോ അത്രത്തോളം ആത്മാവിൽ കണക്റ്റഡ് ആയിക്കൊണ്ട്, ഒരു പക്ഷേ ഈ പാട്ട് അറിഞ്ഞുകൂടാത്തവർ അന്യഭാഷകളിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കാം. യോഹന്നാൻ
ഒരു മോശ ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ 40 രാവും 40 പകലും കൂടെ ഇരിക്കുവാൻ ഒരു പർവ്വതത്തിലേക്ക് കയറി ചെന്നതുപോലെ നമുക്ക് ദൈവ സാന്നിധ്യത്തിലേക്കൊന്ന് കയറി വരുവാൻ ഹൃദയത്തിനകത്തു നിന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ മുഖാമുഖം നോക്കി എനിക്ക് അങ്ങയെ സംസാരിക്കണം, എനിക്ക് അങ്ങയെ ഒന്ന് തൊടണം, ഞാൻ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത പോലെ ആ ദൈവ സാന്നിധ്യത്തെ എനിക്ക് അനുഭവിക്കണം, ദൈവ സാന്നിധ്യത്തിനകത്തുള്ള സന്തോഷത്തെ എനിക്ക് അനുഭവിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ ആ ദൈവ സാന്നിധ്യത്തിലേക്ക് കർത്താവ് എന്നെ ഒന്ന് അങ്ങ് കയറ്റണമേ എന്നുള്ള അകത്തു നിന്നുള്ള പ്രാർത്ഥനയോടുകൂടെ കർത്താവിനോട് പാടുകയെ നമുക്ക് ഒരുമിച്ച് പാടാം. യേശു മാത്രം, അങ്ങ് മാത്രം സ്തുതികൾക്ക് യോഗ്യൻ, വേറെ ഒന്നും വേറെ ആരും അങ്ങയെ പോലെ യോഗ്യമല്ല. യേശു മാത്രം
യേശുവേ പോലെ ആരുമില്ല, എൻ്റെ പ്രിയനെ പോലെ ആരുമില്ല. ഇരുകരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. എൻ്റെ യേശുവിന് മഹത്വം. എൻ്റെ യേശുവിന് മഹത്വം, എൻ്റെ പ്രാണപ്രിയന് വന്ദനം. സൗത്ത് ഇന്ത്യൻ റിവൈവൽ ചർച്ച് ഓലത്താന്നി വിക്ടറി സ്കൂളിന് സമീപം നെയ്യാറ്റിൻകര. ആരാധനാ സമയം ഞായർ രാവിലെ 10 മുതൽ 1 മണി വരെ. സൗത്ത് ഇന്ത്യൻ റിവൈവൽ ചർച്ച് കാരക്കോണം ആരാധനാ സമയം എല്ലാ വെള്ളിയാഴ്ചകളിലും 10 മുതൽ 1 വരെയും. സൗത്ത് ഇന്ത്യൻ റിവൈവൽ സിറ്റി ചർച്ച് സൈക്കാമോർ കോംപ്ലക്സ് 5th ഫ്ലോർ പ്ലാമൂർ ജംഗ്ഷൻ ട്രിവാൻഡ്രം. ആരാധനാ സമയം എല്ലാ ഞായറാഴ്ചകളിലും 2:30 മുതൽ 5:30 വരെയും. സൗത്ത് ഇന്ത്യൻ റിവൈവൽ ചർച്ച് കഴക്കൂട്ടം. ആരാധനാ സമയം ഞായർ രാവിലെ 7 മുതൽ 10 മണി വരെയും. എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. Every Holy Spirit is there on everybody. നിങ്ങളുടെ അകത്ത് ദൈവശക്തിയുണ്ടോ? Do you have the power of God in you? ദൈവശക്തിയിൽ നിങ്ങൾ നയിക്കപ്പെടുന്നതാണ് വിഷയം. And it is that you are led in the Spirit. യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. And if you have to believe that Jesus is Lord, the Holy Spirit needs to be there in you. സാത്താൻ അറിയാം. The enemy knows. നിങ്ങൾ ശക്തരായാൽ And if you are strengthened, അവന് നിലനിൽപ്പില്ല. and they cannot stand any longer.